ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്നൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏത് സിനിമ എന്നൊന്നും ഓർപ്പിച്ചിട്ടില്ല. തിയേറ്ററിൽ പോയിട്ട് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കാണും. പിന്നെ എടുക്കൂല. എന്ത് സിനിമ കാണാനാ പോകുന്നത്? മാർക്കോ കയറ്റി തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. കുട്ടികളൊക്കെ മാർക്കോ ഫാൻസാണ്. യൂട്യൂബിൽ ഷോർട്സും ട്രെയിലറും ഒക്കെ കണ്ട് അവർക്കതങ്ങ് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവരെയും കൂട്ടി നമുക്കത് കാണാൻ പോകാൻ പറ്റില്ലല്ലോ. ഇവർക്ക് നല്ല ധൈര്യമാണ്. കൊറിയനും ജപ്പാനീസും ഒക്കെയാണല്ലോ ഇപ്പം കാണുന്നത്. അപ്പോൾ അത്ര ധൈര്യം നമുക്ക് ഇവരെ അടുത്ത് വെച്ചത് കാണിക്കാനുള്ള അത്രക്കുള്ളത് നമുക്കില്ല. മാർക്കോ നല്ല അടിപൊളി മൂവിയാണ്. കണ്ടു. എന്താ പറയുക, വയലൻസ്, ബ്ലഡ്, എമോഷൻ എല്ലാം ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ അത് പറയാൻ വാക്കുകളില്ല. അത് കണ്ട് എന്താ പറയണ്ടേ, തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഫീലാണ്. അത്രയ്ക്കും അടിപൊളി, സൂപ്പർ. എന്താ പറയുക, ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക്, സിനിമയായി തന്നെ കാണാൻ പറ്റുന്നവർക്ക് ഇത് തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ വല്ലാത്ത നഷ്ടം തന്നെയായിരിക്കും. അത്രയ്ക്ക് എന്താ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം നമുക്ക്. കിട്ടുന്നുണ്ടാക്കി ഒരു സൈഡ് കിട്ടുന്നുണ്ട്, തല ഭാഗം മാത്രം. നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് വളഞ്ഞു പോവുകയാണ്. പറഞ്ഞത് ശരിയാ ഗൈസ്. യെസ് ഗൈസ്. എന്താ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ടാക്കീസിലെത്തി. ഇപ്പോൾ ഏത് കാണണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇവിടെ. രേഖാചിത്രം ആയില്ലല്ലോ അല്ലേ? അതെല്ലാം കമ്മിങ് സൂണാണ്. കമ്മിങ് സൂണല്ലേ? ഒന്നല്ല. എടാ നിക്കുന്ന ആരാ നോക്കിയാ? ആരാ അത്? ആരാത്? എന്നാൽ പിന്നെ നമുക്ക് ഐഡൻറ്റിറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിക്കറ്റൊക്കെ വാങ്ങി. ഇനിയൊരു 1 hour വെയിറ്റിംഗ് ആണ്. 10:30 പോയത്, 11:30 ഷോ തുടങ്ങുന്നത്. അതുവരെ ഇങ്ങനെ ഇതിലേ നടന്ന സമയം കളിക്കുക, അത്ര തന്നെ. ഇങ്ങോട്ടാ കീശയിൽ വെച്ചാൽ പിന്നെ ഉണ്ടായിന്ന് വരില്ല. അത് ഓൻ അതിൻ്റെ മണ്ടക്കൊന്നും മാറിയില്ല. പോസ്റ്ററിൻ്റെ അതിന് കയറില്ല. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ നീ. പോസ്റ്ററിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് തൃപ്തിപ്പെട്ടോന്ന് ഞാൻ പറഞ്ഞു. വേറെ വഴിയില്ലല്ലോ. ഇപ്പം കുറച്ച് വളരെ എന്നിട്ട് അവൻ കാണാം.
നീ അത്ര ആയില്ലെങ്കിൽ കുറച്ചെങ്കിലും ആവണം, എന്നാലേ കാണാൻ പറ്റും. അതിലും കൂടെ കുറച്ച് മേലോ അത്രയാവും, എന്നിട്ട് അവൻ കാണാം. എന്നാൽ അത്രയായിട്ട് അവൻ കാണാം. അവന് മാർക്കും അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതിനെ ചുറ്റിപ്പറ്റിയ മൊത്തം നടത്തം. എടാ നീ അത് വിട്ടിട്ട് വാടാ. പാവം, അത് കാണാത്തതിൽ അവന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കോന് നിങ്ങളെ കേറ്റില്ല. മാർക്കോന് നിങ്ങളെ കേറ്റില്ല. അങ്ങനെ അവസാനം മാർക്കോയിൽ നിന്ന് പിടിവിട്ട് കോഫിയിലേക്ക് കയറി. ഒരു കോഫി കുടിക്കാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം കോഫി കിട്ടുന്നതിൻ്റെ സന്തോഷമായി കാണുന്നത്. എന്നാ എനിക്കറിയാം, അത് നീ കുടിക്കുവോ? അതിൻ്റെ അടുത്ത് ഈട് വരുത്തി എന്നാ ഫോൺ തരില്ല. നീ എന്നാ കേക്ക് മുറിക്കാൻ പോന്ന കൂടി. അതിൻ്റെ ഉള്ളിൽ പത മാത്രമേ ഉള്ളൂ, കോഫി ഇല്ല. അതിൽ പത മാത്രമേ ഉള്ളൂ, കോഫി ഇല്ല. എവിടെ നീ ഊതി നോക്കിയാട്ടെ. പകുതി പതയും ബാക്കി പകുതി കോഫിയും. മറിച്ച് അങ്ങനെ സമയമായി. നമ്മളിപ്പോൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി. ഇപ്പോൾ ഒരു 11:15 അപ്പോൾ തന്നെ തുറന്നു തന്നു. ഏറ്റവും മുകളിലാണ് സീറ്റ്. അപ്പോൾ സീറ്റ് പരത്തി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ സ്നാക്സും വെള്ളമൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനായിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരിവിടെ എല്ലാ സീറ്റും താഴ്ത്തി പോയിക്കൊണ്ടിരിക്കുമെന്ന്. ഇനിയിപ്പോൾ 2.5 മണിക്കൂർ സിനിമ കാണാൻ ഇരുന്ന് തന്നാൽ നന്നായി. അല്ലെങ്കിൽ പിന്നെ ടിക്കറ്റിൻ്റെ പൈസ സ്വാഹ. അങ്ങനെ അവസാനം നമ്മുടെ സീറ്റിലെത്തി. അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് നീ ഇവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ എന്നും പറഞ്ഞിട്ടുള്ള ഫുൾ കൺഫ്യൂഷനാണ്. സിനിമ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസിൽ പോകേണ്ടി വരും. നിങ്ങളെയാ? എടാ ഇരുട്ടത്ത് നിങ്ങളെ കാണണ്ടേ? എല്ലാം മടിയില്ല. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങാൻ പോവാണ്. സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ സിനിമ കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. AC കയറപ്പോൾ തന്നെ തണുക്കുന്നെന്നും പറഞ്ഞിട്ട് ഒരാൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇനി 2.5 മണിക്കൂർ എങ്ങനെ ഇരിക്കുക എന്തോ. ഹായ് ഗൈസ്, തണുത്ത് വരച്ചിട്ട് ഷാളും പൊറിച്ച് കിടക്കുന്നവർ മുതൽ തണുപ്പുണ്ടോ? അങ്ങനെ സിനിമ കഴിഞ്ഞു കൂട്ടുകാരെ. വലിയ അത്യാവശ്യം മോശമില്ലാത്ത സിനിമ തന്നെയാണ്, കണ്ടിരിക്കാം. എങ്ങനെ നല്ല രസമുണ്ട്? കണ്ണൂരൊന്നല്ല, അത് വേറെ
ഈ ഐഡിയ കണ്ടിനല്ലേ അതിന്. അപ്പോൾ അങ്ങനെ മൂവി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന്. നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.